ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മലയാളത്തിലുള്ള ഇൻകം ടാക്സ്, ഡയറക്റ്റ് ടാക്സസ്, അസസ്മെൻറ്റ് ഇയർ 25-26, ഇല്ല പ്രീവിയസ് ഇയർ 24-25. ഇത് CA, CMA, CS ഇൻ്റർമീഡിയറ്റ് കോഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി PGBPയുടെ പാർട്ട് 1ൻ്റെ ഫസ്റ്റ് വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. PGBP പാർട്ട് 1 സെക്കൻഡ് പാർട്ട്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചാർജിങ് സെഷൻ 28 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 41 ആണ്. ഇത് ഡീംഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡീംഡ് ഇൻകം ആണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗം പാർഷ്യലായിട്ട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. ഡീറ്റെയിൽഡായിട്ട് ഇനി വരുന്ന സെഷനുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇതിനെപ്പറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ സെക്ഷൻ 41 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ചാർജബിൾ ടു ടാക്സ്, ഡീംഡ് പ്രോഫിറ്റ് ആൻഡ് ദ ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ താഴെ പറയുന്ന ക്ലോസസ് 41ൻ്റെ PGBP ഇൻകമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് ഇൻകമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഇത് ആ കണക്കാക്കുന്ന വർഷം ഏത് പ്രീവിയസ് ഇയറിലാണോ അപ്പം ആ ബിസിനസ് ചിലപ്പം ആ സമയത്ത് ഉണ്ടായിരിക്കുകയില്ല, അതിൽ നിന്നുപോയി കാണും. എന്നാൽ തന്നെയും ഇത് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. സെക്ഷൻ 41(1) റിക്കവറി അണ്ടർ എനി ഡിഡക്ഷൻ, റെമിഷൻ, സെസേഷൻ ഓഫ് ട്രേഡിംഗ് ലയബിലിറ്റി. അപ്പം ഒരു ഡിഡക്ഷൻ നമുക്ക് കിട്ടി, ഇൻകത്തിൽ ഡിഡക്ഷൻ കിട്ടി, അത് വീണ്ടും റിക്കവറി ചെയ്യുകയാണ്. ഓക്കെ, ഒന്നെങ്കിൽ ആ ടാക്സ് പിന്നെ ടാക്സ് കുറഞ്ഞതുകൊണ്ടോ ഇല്ലെങ്കിൽ ആ ഒരു പോർഷൻ നിർത്തലാക്കിയതുകൊണ്ടോ ഏതെങ്കിലും കാരണവശാൽ നമുക്കത് തിരിച്ച് കിട്ടുകയാണ്. ഓക്കെ, ഒരു ഇൻകമായിട്ട് കിട്ടുകയാണ്, ഇൻകമായിട്ട് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുകയാണ്. അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് PGBP ഇൻകമായിട്ട് കണക്കാക്കും. ഓക്കെ, വേർ ആൻ അലവൻസ് ഓർ ഡിഡക്ഷൻ ഈസ് അലൗഡ് ഇൻ എനി അസസ്മെൻറ്റ് ഇയർ in respect of loss, expenditure, trading liability, and in subsequent PY any amount received in cash or kind in respect of such loss. നമ്മൾ ഏതെങ്കിലും ഡിഡക്ഷൻ നമ്മൾ അവൈൽ ചെയ്തിട്ടുണ്ട്, അത് എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ടോ ലോസ് ആയതുകൊണ്ടോ ട്രേഡിംഗ് ലയബിലിറ്റി ആയതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ നമുക്കൊരു ഡിഡക്ഷൻ കിട്ടി, എക്സ്പെൻഡിച്ചർ ചെയ്തു, എക്സ്പെൻഡിച്ചറിൽ നമുക്ക് ഇൻകം ഡിഡക്ഷൻ കിട്ടി. ഓക്കെ, അത് സബ്സിക്വൻ്റ് ഇയറിൽ നമുക്കത് റീഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടുകയാണ്. അത് ക്യാഷിലോ കൈൻഡിലോ ആവാം. ഓക്കെ, ബൈ വേ ഓഫ് റെമിഷൻ, ഇല്ലെങ്കിൽ എന്തെങ്കിലും റിഡക്ഷനകത്ത് വന്നു, ഇല്ലെങ്കിൽ സ്റ്റോപ്പായി, ഏതെങ്കിലും കാരണവശാൽ ദ എമൗണ്ട് ഒബ്റ്റെയിൻഡ് ഓർ ദ വാല്യൂ ഓഫ് ബെനിഫിറ്റ് അക്രൂയിങ് ഷാൽ ബി ടാക്സബിൾ ആസ് ഇൻകം ഓഫ് ദാറ്റ് സബ്സിക്വൻറ്റ് പ്രീവിയസ് ഇയർ. ഏത് വർഷമാണോ നമുക്കത് തിരിച്ച് കിട്ടുന്നത് ആ ഒരു വർഷം നമുക്ക് അത് ഇൻകമായിട്ട് കണക്കാക്കണം. disregarding whether the said business or profession is still in existence. ആ ബിസിനസ്, പറയപ്പെടുന്ന ബിസിനസ് ഇപ്പോൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് അവിടെ പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഇൻകം ബിസിനസ് ഇൻകമായിട്ട് കണക്കാക്കി ടാക്സ് ചെയ്യേണ്ടതാണ്. ഇതിൽ പറയുന്ന കണ്ടീഷൻസ്: ഡിഡക്ഷൻ ഓഫ് എനി ലോസ്, എക്സ്പെൻഡിച്ചർ, ട്രേഡിംഗ് ലയബിലിറ്റി വാസ് അലൗഡ് ഇൻ ഇയർലി ഇയേഴ്സ്. നേരത്തെ ഉള്ള വർഷങ്ങളിൽ അത് അലോ ചെയ്തു. അത് ഡ്യൂറിങ് ദ കറണ്ട് PY ദ അസസി ഹാസ് ഒബ്റ്റെയിൻഡ് റീഫണ്ട് ഓഫ് സച്ച് എക്സ്പെൻഡിച്ചർ. അത് നമുക്ക് ഈ വർഷം തിരിച്ച് കിട്ടി അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സച്ച് റീഫണ്ടഡ് എക്സ്പെൻഡിച്ചർ ഓർ റെമിറ്റഡ് ഓർ സീസ്ഡ് ലയബിലിറ്റി ഷാൽ ബി ഡീം ടു ബി ഇൻകം ഓഫ് ദ അസസി ഇൻ ദ പ്രീവിയസ് ഇയർ. അങ്ങനെയുണ്ടെങ്കിൽ ആ റീഫണ്ട് ചെയ്ത് കിട്ടുന്ന എക്സ്പെൻഡിച്ചർ ഈ വർഷത്തെ ഇൻകമായിട്ട് കണക്കാക്കും. ഒരു എക്സാമ്പിളാണ് 35D സയൻറ്റിഫിക് റിസർച്ച്. സയൻറ്റിഫിക് റിസർച്ച് നമ്മൾ റിസർച്ചിൽ 100% ഡിഡക്ഷൻ കിട്ടുന്നതാണ്. 100% ഡിഡക്ഷൻ നമുക്ക് കിട്ടിക്കഴിയുന്നത് ആ ഒരു പിന്നെ അസറ്റ് നമുക്ക് വേറെ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ എന്തെങ്കിലും കാരണവശാലോ നമുക്ക് കുറച്ച് അതിനകത്ത് എമൗണ്ട് കിട്ടുവാണെങ്കിൽ, ഇൻകമായിട്ട് കിട്ടുവാണെങ്കിൽ ആ ഇൻകം എന്ന് പറയുന്നത് PGBPയിൽ ചാർജബിളാണ്. ഈ പറയുന്ന ബിസിനസ് ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇല്ലായിരിക്കാം. ഓക്കെ,
അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇത് നേരത്തെ ഇത് ടാക്സബിൾ ഇൻകമായിട്ട് കമ്പ്യൂട്ട് ചെയ്തിരിക്കണം. ടാക്സ് അത് നമ്മൾ നേരത്തെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം, നമ്മുടെ ഇൻകമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൽ ഡിഡക്ഷൻ നമുക്ക് കിട്ടിയിരിക്കണം. കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ബെനിഫിറ്റ് കിട്ടുമ്പം അത് നമുക്ക് ഇൻകമായിട്ട് തിരിച്ച് നമുക്ക് അല്ല അത് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പറ്റുകയില്ല. അത് ഡിഡക്റ്റ് ചെയ്തിട്ടേ ഇല്ല, നമ്മൾ അതിൻ്റെ ഒരു ബെനിഫിറ്റും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇൻകമാക്കി കണക്കാക്കി ടാക്സ് കൊടുക്കുന്ന കാര്യം നമുക്കില്ല. ഓക്കെ. ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരാളുടെ മരണശേഷമോ റിട്ടയർമെൻറ്റിന് ശേഷമോ ഒരു റിക്കവറി ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ആർക്കാണോ അത് കിട്ടിയത് അയാൾക്ക് ടാക്സബിൾ ഇൻകമാണ്. ഓക്കെ. പിന്നെ ഇൻ കേസ് ദർ ഇസ് എ സക്സസർ, ഒരു സക്സസർ ഉണ്ടെങ്കിൽ സക്സസർ വിൽ ബി ലേബിൾ ടു പേ ദ ടാക്സ്. അപ്പം ഒരു ആളുടെ സക്സസറായിട്ട് ഒരു ബിസിനസ്സിൻ്റെ സക്സസറായിട്ടില്ലെങ്കിൽ അച്ഛൻ്റെ ബിസിനസ് മകന് കൈമാറും മകന് സക്സസറാണ്. ഇല്ലെങ്കിൽ രണ്ട് എ ലിമിറ്റഡും ബി ലിമിറ്റഡും ചേർന്നത് സി ലിമിറ്റഡ് എന്നുള്ള കമ്പനി ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ അമാൽഗമേറ്റഡ് കമ്പനി സക്സസറാണ്. ഓക്കെ. അപ്പോൾ സക്സസർ ഉണ്ടെങ്കിൽ സക്സസർ ഈസ് ലയബിൾ ടു പേ ദ ടാക്സ് ആസ് എ PGBP ഇൻകം. ഓക്കെ. ഇൻ കേസ് ദേ ഗെറ്റ് സബ് ബെനിഫിറ്റ്സ്. ഇനി സക്സസർ ഇൻ ബിസിനസ്സിൽ അമാൽഗമേറ്റഡ് കമ്പനി ആണെങ്കിൽ സക്സസർ വിൽ ബി ദ അമാൽഗമേറ്റഡ് കമ്പനി. എ ലിമിറ്റഡും ബി ലിമിറ്റഡ് ചെയ്ത് സി ലിമിറ്റഡ് ഉണ്ടാകുമ്പോൾ അത് അതൊരു അമാൽഗമേറ്റഡ് കമ്പനിയാണ്. അപ്പോൾ അമാൽഗമേറ്റഡ് കമ്പനി സി ലിമിറ്റഡ് ആ എയും ബിയും ചേർന്നുണ്ടായത് കൊണ്ട് സി ലിമിറ്റിന് കിട്ടുന്ന ഈ ഇൻകം ഇല്ലെങ്കിൽ ആ കിട്ടുന്ന ബെനിഫിറ്റ് എയുടെയോ ബിയുടെയോ ഡിഡക്ഷൻ എയോ ബിയോ ഓൾറെഡി എൻജോയ് ചെയ്ത് കാണും. അത് സി ലിമിറ്റിന് ഇപ്പോൾ കിട്ടുള്ളൂ, കാരണം സി ആണ് ഇപ്പോൾ അമാൽഗമേറ്റഡ് കമ്പനി. അങ്ങനെയുണ്ടെങ്കിൽ സി വിൽ ബി ലേബിൾ ടു പേ ദ ടാക്സ്. ഇഫ് സക്സീഡ് ബൈ അനദർ ഫേം ദ സക്സസർ വിൽ ബി ദ അതർ ഫേം. ഓക്കെ. പാർട്ണർഷിപ്പ് ഫേമിൽ ആരാണോ സക്സസർ ഫേം, ഏത് ഫേമാണോ സക്സസറായിട്ടുള്ളത് ആ ഫേം ലേബിളാണ്. വൺ പേഴ്സൺ ഈസ് സക്സീഡ് ബൈ അനദർ ദ അതർ പേഴ്സൺ വിൽ ബി സക്സസർ. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ കേസിൽ അച്ഛൻ മകന് കൊടുത്തു, മകനാണ് അതിന് ലേബിൾ. ഡീമർജറിൻ്റെ കേസിൽ സക്സസർ വിൽ ബി ദ റിസൾട്ടിംഗ് കമ്പനി. ഡീമർജർ ഈസ് വെൻ എ കമ്പനി സ്പ്ലിറ്റ് ഓഫ് one or more divisions to operate independently to be sold off. Okay, it is a converse of merger. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഒന്നിൽ കൂടുതൽ കമ്പനിയായിട്ട് മാറുന്നൊരു കേസാണ് ഡീമർജർ എന്ന് പറയുന്നത്. റെമിഷൻ സെസേഷൻ ഓഫ് എ ട്രേഡിംഗ് ലയബിലിറ്റി ഇൻക്ലൂഡ്സ് റെമിഷൻ സെസേഷൻ ഓഫ് എ ലയബിലിറ്റി by unilateral act of assessee by writing of such liability in his book of account. നമ്മൾ റൈറ്റ് ഓഫ് ഇയർ ആണ്. റൈറ്റ് ഓഫ് ചെയ്യുന്നൊരു കേസ് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ അസസ് തന്നെ റൈറ്റ് ഓഫ് ചെയ്ത കേസാണെങ്കിൽ ആ ഒരു കേസിൽ തിരിച്ചിൻകം കിട്ടുകയാണെങ്കിൽ അതും ബിസിനസ് ഇൻകമായിട്ട് കണക്കാക്കും. ഇനി സെക്ഷൻ 41(2) എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. സെക്ഷൻ 41(2) പറയുന്നത് ബാലൻസിങ് ചാർജാണ്. ഈ സെക്ഷൻ 41(2) എന്ന് പറയുന്നത് പവർ സെക്ടർ അണ്ടർടേക്കിംഗ് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. അത് ബാലൻസിങ് ചാർജ് എന്ന് പറയുന്നത് പവർ സെക്ടർ അണ്ടർടേക്കിങ്ങിനാണ് ബാധകം. അത് മാത്രമല്ല അത് SLM മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ, സ്റ്റേറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യപ്പെടുന്ന കമ്പനികൾക്കാണ് ഇത് ബാധകം. ഓക്കെ. അപ്പം ഇത്തരം പവർ സെക്ടർ കമ്പനികൾക്ക് ബാലൻസിങ് ചാർജ് എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് ബാലൻസിങ് ചാർജ്? ബാലൻസിങ് ചാർജ് എന്ന് പറഞ്ഞാൽ സെയിൽ വാല്യൂ എന്ന് പറയുന്നത് WDVയേക്കാൾ കൂടുതലാണ്. ഓക്കെ. മാത്രമല്ല സെയിൽ വാല്യൂ ആക്ച്വൽ കോസ്റ്റിനെക്കാട്ടിലും കുറവാണ്. അങ്ങനെ ഒരു കേസിൽ ആ ഡിഫറൻസ് സെയിൽ വാല്യൂവിൻ്റെയും WDVയുടെയും ഡിഫറൻസ് ബാലൻസിങ് ചാർജ് ആയിട്ട് കണക്കാക്കി ഇത് ചാർജബിൾ അണ്ടർ PGBP. എന്താണ് ഈ പറഞ്ഞത് ഒന്നുകൂടി വിശദമായിട്ട് നോക്കാം. ഓക്കെ. ഇപ്പം നമ്മൾ ഓക്കെ ഇവിടെ ശരിക്കും സെയിൽ വാല്യൂ പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ആണ് എടുക്കുന്നത്. സ്ക്രാപ്പ് വാല്യൂ 0 ആയിട്ട് നമ്മൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ
നമുക്ക് WDV എന്ന് പറയുന്നത്, WDV എന്ന് പറഞ്ഞാൽ എന്താണ് WDV എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ് മൈനസ് ഡിപ്രിസിയേഷൻ, അതാണ് WDV. നമുക്ക് ഡിപ്രിസിയേഷൻ 3-4 കൊല്ലം ഡിപ്രിസിയേഷൻ കിട്ടുന്നെങ്കിൽ ആ 4 കൊല്ലത്തെ ഡിപ്രിസിയേഷൻ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് WDV കിട്ടും. ഓക്കെ, റിട്ടേൺ ഡൗൺ വാല്യൂ കിട്ടും. അപ്പം അത് സെയിൽ വാല്യൂ പ്ലസ് സ്ക്രാപ്പ് വാല്യൂ എടുക്കുന്നത്. സ്ക്രാപ്പ് വാല്യൂ നമുക്ക് ഫോർ എക്സാമ്പിൾ 0 ആയിട്ട് കണക്കാക്കാം. W വാല്യൂ 4 lakhs ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ സെയിൽ വാല്യൂ 5 lakhs ആണെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് 5.5 lakhs ആണെന്നിരിക്കട്ടെ. ഓക്കെ, ഈ ഒരു കേസിൽ സെയിൽ വാല്യൂ 5 ആൻഡ് സെയിൽ വാല്യൂ ഈസ് മോർ ദാൻ ദ WDV എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ വർത്ത് WDV എന്ന് പറയുമ്പം അതിൽ നിന്നും നമ്മൾ ഡിപ്രിസിയേഷൻ കുറച്ചതാണ്. ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ച് ശരിക്കും ഈ 4 lakhs കിട്ടാൻ നമ്മൾ ആ സമയത്ത് അർഹതയുള്ളൂ. പക്ഷേ നമുക്ക് 5 lakhs കിട്ടി. ഓക്കെ, 5 lakhs കിട്ടിയപ്പോൾ 1 lakh കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. ഈ 1 lakh കൂടുതൽ കിട്ടിയിരിക്കുന്നത് ആക്ച്വൽ കോസ്റ്റ് ഫോർ എക്സാമ്പിൾ ആക്ച്വൽ കോസ്റ്റ് ഞാൻ പറഞ്ഞു 5.5 lakhs ആണെന്നിരിക്കട്ടെ. ആക്ച്വൽ കോസ്റ്റ് 5.5 lakhs ആണ്. അത് 1 lakh WDV ഒക്കെ കൂടുതൽ കിട്ടി. പക്ഷേ അത് ആക്ച്വൽ കോസ്റ്റ് 5.5 lakhsലും താഴെയാണ്. ഓക്കെ, അപ്പോൾ സെയിൽ വാല്യൂ 5 lakhsഉം ആക്ച്വൽ കോസ്റ്റ് 5.5 lakhsമാണ്. അപ്പം 5.5 lakhs കുറവാണ് 5 lakhs. ഈ ഒരു കണ്ടീഷനിൽ സെയിൽ വാല്യൂ WDV ഒക്കെ കൂടുതലാവുകയും എന്നാൽ ആക്ച്വൽ കോസ്റ്റിനൊക്കെ കുറവായിരിക്കുകയും ചെയ്യുന്ന കേസിൽ ഒരു പോസിറ്റീവ് ഡിഫറൻസ് ഉണ്ട് സെയിൽ വാല്യൂവും WDVയും തമ്മിൽ. ആ ഡിഫറൻസ് ആണ് ബാലൻസിങ് ചാർജ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു ഇൻകം പോലെയാണ്. ശരിക്കും 4 lakh കിട്ടാൻ വേണ്ടിയുള്ള അർഹതയേ ഉള്ളൂ, അവിടെ 1 ലക്ഷം 1 lakh കൂടുതൽ കിട്ടി. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഇൻകമാണ്. അങ്ങനെയുള്ള ഇൻകം ചാർജബിൾ ടു PGBP അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെയുള്ള സെയിൽ വാല്യൂ ആയ 5 lakhs മൈനസ് WDV ആയ 4 lakhs ഈക്വൽ ടു 1 lakh ആണ്. ഈ 1 lakh ആയിരിക്കും ബാലൻസിങ് ചാർജ്. ആ ബാലൻസിങ് ചാർജ് ചാർജബിൾ ടു PGBP ഇൻ കേസ് സെയിൽ വാല്യൂ പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ആക്ച്വൽ കോസ്റ്റ്. ഇപ്പം വേറൊരു കേസ് നമ്മൾ എടുക്കാം. ഇവിടെ നമുക്ക് കരുതാം സെയിൽ വാല്യൂ 6 lakh ആണെന്നിരിക്കട്ടെ. നമ്മൾ പറഞ്ഞു ആക്ച്വൽ കോസ്റ്റ് 5.5 lakhs ആണെന്ന് പറഞ്ഞു. അപ്പം സ്ക്രാപ്പ് വാല്യൂ നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു ഇവിടെയും. ഓക്കെ, ഈ പറയുന്ന സെയിൽ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ കോസ്റ്റ് 5.5 lakhs കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സെയിൽ വാല്യൂ ആയ 6 lakh മൈനസ് ആക്ച്വൽ കോസ്റ്റ് 5.5 മൈനസ് ചെയ്യുമ്പം 0.5 lakhs കിട്ടുന്നു. അത് ആക്ച്വൽ കോസ്റ്റിനൊക്കെ കൂടുതലാണ്. ഈ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കുന്നത്. അതൊരു ക്യാപിറ്റൽ ഗെയിനാണ്. ആക്ച്വൽ കോസ്റ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അസറ്റിനൊക്കെ കൂടുതൽ വാല്യൂ കിട്ടുന്നുണ്ട്. അതിൻ്റെ ശരിക്കുള്ള ആക്ച്വൽ കോസ്റ്റിനൊക്കെ കൂടുതൽ ഒരു വില കിട്ടുന്നു. അതിൻ്റെ ഇൻകമാണ്, ഒരു ക്യാപിറ്റൽ ഗെയിൻ്റെ ഇൻകമാണ്. അതുകൊണ്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് കണക്കാക്കുന്നു. ആക്ച്വൽ കോസ്റ്റ് മൈനസ് WDV എന്ന് പറയുന്നത് ഓക്കെ, ആക്ച്വൽ കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് 5 lakhs. ഇത് പറയുന്നത് നമ്മൾ അപ് ടു ആക്ച്വൽ കോസ്റ്റ് വരെയാണ് കണക്കാക്കിയത്. 5.5 lakhs എന്ന് പറയുന്ന ആക്ച്വൽ കോസ്റ്റ് കണക്കാക്കിയത്. ആക്ച്വൽ കോസ്റ്റ് 5.5 lakhs മൈനസ് WDV 4 lakhs WDV ആണെന്നുണ്ടെങ്കിൽ ഈ 1.5 lakhs എന്ന് പറയുന്നത് ബാലൻസിങ് ചാർജാണ്. ചാർജബിൾ ടു PGBP ആണ്. അതായത് 6 lakhs നിങ്ങൾ സെയിൽ ചെയ്യുമ്പം അപ് ടു ആക്ച്വൽ കോസ്റ്റ് 5.5 lakhs വരെ ഉള്ള 0.5 lakhs ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും, ആ 5.5 lakhs കഴിഞ്ഞിട്ട് 5.5 lakhs മൈനസ് WDV 4 lakhs വരെ ആ ഡിഫറൻസ് 1.5 lakhs നമ്മൾ ബാലൻസിങ് ചാർജുമായിട്ട് കണക്കാക്കും. ഇഫ് സെയിൽസ് വാല്യൂ ഫ്രം സ്ക്രാപ്പ് വാല്യൂ ഈസ് ലെസ് ദൻ WDV, സെയിൽ വാല്യൂ ആയ അത് സെയിൽ വാല്യൂ ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് കേസ് സെയിൽ വാല്യൂ ഇപ്പം 3 lakhs ആണെന്നിരിക്കട്ടെ. സ്ക്രാപ്പ് വാല്യൂ 0 ആണ്, WDV 4 lakhs ആണ്. അപ്പം 4 lakhsനൊക്കെ ചിലപ്പം നമ്മൾ വിൽക്കുമ്പം
സെയിൽ ചെയ്തപ്പം ഡബിൾ കിട്ടിയില്ല. നമുക്ക് എന്താണോ ആക്ച്വലി അതിൻ്റെ വർത്തുള്ളത്, ആ വർത്തായിട്ടുള്ള 4 lakhs പോലും കിട്ടിയില്ല. അതിലും ചെറിയൊരു എമൗണ്ടേ കിട്ടി, 3 lakhs കിട്ടിയുള്ളൂ. അതൊരു ലോസ് ഉണ്ടായിട്ടുണ്ട് നമുക്ക്, അല്ലേ? അപ്പോൾ ആ ഡിഫറൻസ് ഈസ് കോൾഡ് ടെർമിനൽ ഡിപ്രിസിയേഷൻ. അതിനെ ടെർമിനൽ ഡിപ്രിസിയേഷൻ എന്ന് പറയും. ആൻഡ് ടു ബി ഷോൺ ആസ് എക്സ്പെൻസ്. അത് PGBP പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കണം. ദ ഇയർ ഓഫ് ടാക്സബിലിറ്റി ഇസ് ദ ഇയർ ഓഫ് സെയിൽ ആൻഡ് ഓർ ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് 3 കേസ് ഇവിടെ പഠിച്ചു. ഒന്ന് ബാലൻസിങ് ചാർജ്, 2 എന്താണ് നമ്മൾ പഠിച്ചത്, ടെർമിനൽ ഡിപ്രിസിയേഷൻ നമ്മൾ പഠിച്ചു, 3 എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. 3 കേസ് ഇവിടെ ഉണ്ട്. 3 കേസ് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സെയിൽ വാല്യൂ. സെയിൽ വാല്യൂയും WDVയും ആക്ച്വൽ കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് 3 കേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ, അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആക്ച്വൽ കോസ്റ്റ് 5 lakhs, ഓപ്പണിംഗ് WDV 2.2 lakhs ആണെന്നിരിക്കട്ടെ. അപ്പോൾ സെയിൽ വാല്യൂ 3 കേസ് 2 lakhs, 3 lakhs, 5.5 lakhs പറയുന്നുണ്ട്. സ്ക്രാപ്പ് വാല്യൂ ഇവിടെയും 0 ആയിട്ട് എടുത്തേക്ക്. ഇത് ജസ്റ്റ് അസംഷന് വേണ്ടി നമുക്ക് എന്ത് വാല്യൂ കൊണ്ടും കൊടുക്കാം. സ്ക്രാപ്പ് വാല്യൂ കുറച്ചുകൂടെ വലിയ വാല്യൂ കൊടുക്കും. പക്ഷേ അത് നമ്മുടെ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി സ്ക്രാപ്പ് വാല്യൂ 0 ആയിട്ട് കൊടുത്തു. അപ്പോൾ 2 lakhs ആണ് എന്ന് പറയുമ്പം WDV ഒക്കെ ചെറുത്. WDV 2.2 lakhs ആണ്, 2 lakhs ഉള്ളൂ. അപ്പോൾ അതിലും ചെറുതാണ്. അതിലും ചെയ്താൽ അപ്പം 0.2 എന്താണ് നമ്മളെ സെയിൽ വാല്യൂ WDV ഒക്കെ താഴെ ആയപ്പോഴത്തേക്ക് ഒരു ലോസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ പറഞ്ഞ പോലെ അത് ടെർമിനൽ ഡിപ്രിസിയേഷനാണ്, അല്ലേ? ഈ ടെർമിനൽ ഡിപ്രിസിയേഷൻ വന്നു കഴിഞ്ഞാൽ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ അത് റൈറ്റ് ഡൗൺ ചെയ്യണം. ഓക്കെ. അടുത്തത് 3 lakhs ആകുമ്പോൾ 2.2 lakhs കൂടുതൽ വന്നു. അപ്പം അവരൊരു ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് PGBP ഇൻകം ആയിട്ട് വരും. 41.2 PGBP ഇൻകം ആയിട്ട് വരും. 5.5 lakhs വന്നാൽ 5 lakhs ആയ ആക്ച്വൽ കോസ്റ്റിന് കൂടുതൽ വന്നപ്പോൾ അപ് ടു 5 lakhs അത് PGBP ഇൻകവും. 5 lakhs മുകളിൽ 5.5 - 5.5 lakhs എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരും. ആ 5 - 2.2 ആക്ച്വൽ കോസ്റ്റ് മൈനസ് WDV എന്ന് പറയുന്നത് എന്താണ്, ബാലൻസിങ് ചാർജാണ്. 2.8 lakhs ബാലൻസിങ് ചാർജ് PGBP ഇൻകമാണ്. ഓക്കെ. അപ്പം അത് സിമിലർ കേസാണ്. നമ്മൾ വേറെ എടുക്കുന്നു. ആക്ച്വൽ കോസ്റ്റ് 1 lakh, പിന്നെ ഡിപ്രിസിയേഷൻ 10%, ഓക്കെ ആണെങ്കിൽ 10,000 പെർ ഇയർ ആണ്. 2 വർഷം യൂസ് ചെയ്ത് കഴിയുമ്പം 2 × 10,000 20,000 അത് കുറഞ്ഞു കഴിഞ്ഞാൽ 80,000 WDV ആയിട്ട് കിട്ടും. 80,000 WDV ആയ കേസിൽ നമുക്ക് 70,000 കിട്ടുന്നുള്ളത് വിൽക്കുമ്പോൾ അപ്പോൾ എന്താണ്, സെയിൽ വാല്യൂ ഈസ് ലെസ് ദാൻ ദ ആക്ച്വൽ കോസ്റ്റ് ഓർ ഈക്വൽ ടു ആക്ച്വൽ കോസ്റ്റ്. അങ്ങനെയുള്ള കേസിൽ എന്താണ്, അത് ആ ഡിഫറൻസ് WDV മൈനസ് സെയിൽ വാല്യൂ എന്ന് പറയുന്നത് ടെർമിനൽ ഡിപ്രിസിയേഷനാണ് 10,000. നേരത്തെ പറഞ്ഞ പോലത്തെ കേസ് തന്നെയാണ്. ഇത് വേറെ എക്സാമ്പിളാണെന്ന് മാത്രമേ ഉള്ളൂ. 90,000 കിട്ടുവാണെങ്കിൽ 10,000 എക്സ്ട്രാ കിട്ടി അത് PGBP ഇൻകം വരും, ബാലൻസിങ് ചാർജ് ആയിരിക്കും. എന്നാൽ 1 lakh 10,000 കിട്ടുകയാണെങ്കിൽ അത് ആക്ച്വൽ കോസ്റ്റ് 1 lakhലും കൂടുതലായതുകൊണ്ട് 10,000 നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 50A ബാക്കി ഉള്ള 20,000 ആക്ച്വൽ കോസ്റ്റ് മൈനസ് WDV എന്ന് പറയുന്നത് PGBP ഇൻകമാണ്. അത് നമുക്ക് എന്താണ് ബാലൻസിങ് ചാർജായിട്ട് കണക്കാക്കും. ഈ ടാറ്റ പവർ ലിമിറ്റഡ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ടാറ്റ പവർ ലിമിറ്റഡ് ഈസ് എ പവർ ജനറേറ്റിംഗ് യൂണിറ്റ് ആൻഡ് ദ കമ്പനി ഹാസ് പർച്ചേസ്ഡ് 1 plant and machinery on 1/6/2015 for 20 lakhs. And the same was put to use on 1/12/2015. The company has opted to follow SLM method and the right to depreciation prescribed under the Income Tax Act is 8.4%. In this case, the depreciation amount shall be എന്താണ് അപ്പം 15/16 20 lakhs ആണ് അതിൻ്റെ കോസ്റ്റ്. ഓക്കെ, അത് 8.4% ഡിപ്രിസിയേഷനാണ്. അതിൻ്റെ 50% മാത്രമേ എടുക്കൂ. എന്താണ് കാരണം, പുട്ട് ടു യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വാങ്ങി, അതായത് ജൂൺ മാസത്തിൽ വാങ്ങിയാലും അത് യൂസ് ചെയ്തപ്പോഴാണ് 1/12 അതായത് ലെസ് ദെൻ 180 days യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഒരു അസറ്റ് ലെസ് ദെൻ 180 days യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ അപ്പം നമുക്കതിന് 50% ഡിപ്രിസിയേഷനെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് പഠിക്കും, ഇതെല്ലാം വരുന്നുണ്ട്. സെക്ഷൻ 32 അതൊക്കെ പഠിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം വാങ്ങിച്ചത് ജൂണിലാണെങ്കിലും അത് യൂസ് ചെയ്തിരിക്കുന്നത് ഡിസംബർ മാസത്തിലാണ്. അപ്പം ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ ബാക്കി നമുക്ക് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസം യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലെസ് ദെൻ 180 days ആണ്.
അതുകൊണ്ട് 50% ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പവർ സെക്ടർ ആയതുകൊണ്ട് SLM മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ എന്താണ്, നമുക്ക് അതിനകത്ത് കുറയ്ക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഓരോ വർഷത്തെയും ഡെപ്രിസിയേഷൻ കുറച്ചല്ല പോകുന്നത്, ആ ഒരേ ഡെപ്രിസിയേഷൻ എല്ലാ വർഷവും ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഒരേ എമൗണ്ട് നാച്ചുറൽ കോസ്റ്റിന് എമൗണ്ട്. അപ്പം 20 lakhs 8.4% ഇൻ്റെ 50% ഫസ്റ്റ് ഇയറിലും, കാര്യം ആ വാങ്ങിച്ച വർഷം തന്നെ സെയിം ഇയറിൽ തന്നെ അത് പുട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പുട്ട് യൂസ് ചെയ്തെങ്കിലും അത് ലെസ് ദെൻ 180 days യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അത് 84,000. പിന്നെ സെക്കൻഡും തേർഡും ഇയറിൽ 16-17 17-18 8.4% ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ 168 lakhs വെച്ച് 2 വർഷം കിട്ടുന്നുണ്ട്. ലെറ്റ് us assume that this plant and machinery has been sold on 1/11/2018. ഇത് 1/11/2018 സെൽ ചെയ്തു. WDO this plant and machinery as on 1/4/2018 is 15,80,000. അപ്പം 1/4/2018 ഓക്കെ ഉള്ള WDV എന്ന് പറയുന്നത് 15,80,000 ആണ്. ഓക്കെ, അതിൽ ഓരോ വർഷവും നമ്മൾ 8.4% വെച്ച് കുറച്ച് വരുന്ന 3 കൊല്ലം കൊണ്ട് എന്താണ് നമുക്ക് 2017-18 എന്താ മാർച്ച്. ഓക്കെ, അപ്പം 31/3/2018 വരെ ആയപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ കൂട്ടുന്ന എമൗണ്ട് ഈ 20 lakhs മൈനസ് ചെയ്യണം. 3 വർഷത്തെ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തു. പക്ഷേ ഇത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് ഈ 20,000 തന്നെ WDVയിലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ, ഈ 20 lakhs ഈ എമൗണ്ട് ഈ പറയുന്ന 84,000 മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് വേണം വീണ്ടും 8.4%. അതാണ് WDVയിൽ. അതിൽ നിന്നും ഈ 1.68 അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന എമൗണ്ട് 8.4% കണ്ടാൽ മതി. ഓക്കെ, പക്ഷേ ഈ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് എന്താണ്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് നമുക്ക് പവർ സെക്ടർ അണ്ടർടേക്കിംഗ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ, വേറെ ഒരു ഇൻഡസ്ട്രിയിൽ ഇത് ബാധകമല്ല. ഓക്കെ, ആ ഒരു കേസായതുകൊണ്ട് നമ്മൾ ഫുൾ ഡെപ്രിസിയേഷൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, കൊടുത്ത് ഈ 3 കൂടെ കൂട്ടി കിട്ടുന്ന എമൗണ്ട് 15 lakh നമ്മൾ എന്താണ് 20 lakhs മൈനസ് ചെയ്യണം. ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമുക്ക് എല്ലാം കൂടെ മൈനസ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആ WDV എന്ന് പറയുന്നത് 15,80,000 ആണ്. ദ പ്ലാന്റ് ഹാസ് ബിൻ സോൾഡ് ഫോർ ₹9 lakhs ഫസ്റ്റ് കേസ്. അപ്പം ഈ പറയുന്ന ഇത് സെല് ചെയ്തു 1/11/2008 സെല് ചെയ്തു, 9 lakhs സെല് ചെയ്തു. ഓക്കെ, 9 lakhs സെല് ചെയ്തപ്പം നമുക്ക് എന്താണ് 9 lakhs സെല് ചെയ്തപ്പോൾ എന്ത് പറ്റി, നമ്മൾ WDVയേക്കാൾ കുറഞ്ഞൊരു എമൗണ്ട് സെല് ചെയ്തു. അപ്പോൾ അത് തമ്മിൽ ഡിഫറൻസ് WDVയും സെയിൽ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ടെർമിനൽ ഡെപ്രിസിയേഷനാണ് അല്ലേ. WDVയിലും കുറഞ്ഞ എമൗണ്ടാണ്, അതുകൊണ്ട് ടെർമിനൽ ഡെപ്രിസിയേഷനാണ്. അത് P&L അക്കൗണ്ടിൽ ടെർമിനൽ ഡെപ്രിസിയേഷനായിട്ട് നമുക്ക് ചാർജ് ചെയ്യണം. അടുത്ത കേസ് 18 lakhs ഇത് സെല് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ WDVയെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ എന്തായിരിക്കും ബാലൻസിങ് ചാർജ് ആയിരിക്കും അല്ലേ. അപ്പം 2,20,000 എന്ന് പറയുന്നത് 18 lakhs മൈനസ് 15,80,000 എന്ന് പറയുന്നത് WDVയെ കൂടുതലായതുകൊണ്ട് ആ ഡിഫറൻസ് എന്ന് പറയുന്നത് PGBP ഇൻകമാണ്, ബാലൻസിങ് ചാർജാണ്. മൂന്നാമത്തെ കേസിൽ എന്താണ് 23 lakhs, അതായത് ആക്ച്വൽ കോസ്റ്റ് 20 lakhs കൂടുതലായപ്പം ആ ഡിഫറൻസ് ആക്ച്വൽ കോസ്റ്റ് മൈനസ് സെയിൽ വാല്യൂ ആയ 3 lakhs എന്ന് പറയുന്നത് എന്തായിരിക്കും, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള 20 lakhs മൈനസ് 15,80,000 എന്ന് പറയുന്നത് എന്തായിരിക്കും, 4,20,000 എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ബാലൻസിങ് ചാർജ് ആയിരിക്കും. നൗ ടു കാൽക്കുലേറ്റ് ടെർമിനൽ ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം എന്താ ചെയ്യേണ്ടത്, WDV കാണണം അല്ലേ. WDV കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റുമോ WDV ഒക്കെ കുറവാണോ സെയിൽ വാല്യൂ, കൂടുതലാണോ സെയിൽ വാല്യൂ എന്ന്. അപ്പോൾ ആദ്യം WDV നമുക്ക് കണ്ടിരിക്കണം. ഓക്കെ, ഓഫ് ദ ഡിപ്രീഷ്യബിൾ അസറ്റ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ്. ഏത് കൊല്ലമാണോ ഇത് വിൽക്കുന്നത് ആ കൊല്ലത്തെ ഫസ്റ്റ് ഡേയിലെ 1/4 ഫസ്റ്റ് ഏപ്രിലുള്ള വാല്യൂ WDV കണ്ടുപിടിക്കുക. ഇനി നെറ്റ് സെയിൽ കൺസിഡറേഷൻ കാണും. നെറ്റ് സെയിൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽ നമുക്ക് സെല് ചെയ്യുമ്പോൾ പ്രൈസ് കിട്ടും, അതിന് ചില സെല്ലിംഗ് കോസ്റ്റ് ഉണ്ട്, ആ കോസ്റ്റും കൂടെ കുറച്ചാൽ നെറ്റ് സെയിൽ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നെറ്റ് സെയിൽ കൺസിഡറേഷൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, WDV എന്താണ് സെയിൽ വാല്യൂനേക്കാൾ, അതായത് സെയിൽ വാല്യൂ WDVയേക്കാൾ കുറവാണെങ്കിൽ
ഓക്കെ, അതായത് ഡബിൾ ഡി ബി സെയിൽ വാല്യൂക്ക് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ സെയിൽ വാല്യൂ കുറവാണെങ്കിൽ ലോസ് ആണ്, ദാറ്റ്സ് ടെമ്പററി ഡെപ്രിസിയേഷൻ. ഇനി സെയിൽ കൺസിഡറേഷൻ ഈസ് മണി പേയബിൾ ടു ദ ടാക്സ് പെയർ ഇൻ റെസ്പെക്ട് ടു സച്ച് ഡിപ്രീഷ്യബിൾ അസറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ അല്ലേ. ആ സെയിൽ കിട്ടുന്നത് എന്താണ്? മണി പേയബിൾ ടു ദ ടാക്സ് പെയർ അല്ലേ. അപ്പോൾ അത് ഇൻ റെസ്പെക്ട് ടു സച്ച് ഡിപ്രീഷ്യബിൾ അസറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ, അതാണ് ആ സെയിൽ വാല്യൂ അല്ല ആ സെയിൽ കൺസിഡറേഷനാണ് മണി പേയബിൾ. അപ്പോൾ നെറ്റ് സെയിൽ കൺസിഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽ കൺസിഡറേഷൻ മൈനസ് എക്സ്പെൻസസ് ഓഫ് ട്രാൻസ്ഫർ. ആ സെല്ലിംഗ് എക്സ്പെൻസസ് ഉണ്ട്, ആ സെല്ലിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നതാണ് നമുക്ക് എന്താണ് നെറ്റ് സെയിൽ കൺസിഡറേഷൻ. അതാണ് നമ്മുടെ പറഞ്ഞത് കേസ്. സെയിൽ കൺസിഡറേഷൻ ഇസ് ദ ആക്ച്വൽ മണി റിസീവ്ഡ് ഓർ റിസീവബിൾ ഇൻ ക്യാഷ് ഓർ ബൈ ചെക്ക് ഓർ ബൈ ഡ്രാഫ്റ്റ്. ഇറ്റ് എക്സ്ക്ലൂഡ്സ് any other thing or benefit which can be measured and converted in terms of money. If the asset is sold or discarded in the previous year in which is first put to use, any loss or transfer of that asset shall be treated as capital loss and not as terminal depreciation. ഒരു പോയിന്റ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്, നമ്മൾ അസറ്റ് വാങ്ങിക്കുന്ന വർഷം തന്നെ അതേ ഇയറിൽ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് പുട്ട് യൂസ് ചെയ്യുന്നു, വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നു അതേപോലെ തന്നെ അത് വിൽക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ലോസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ലോസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അത് ക്യാപിറ്റൽ ലോസ് ആകുമ്പോൾ എന്ത് ഈ അസറ്റിൻ്റെ വാല്യൂൻ്റെ കൂടെ ആഡ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ചെയ്യാൻ പറ്റും, അത് അതിൽ നിന്ന് മൈനസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ മാറത്തേ ഉള്ളൂ. അല്ലാതെ അത് നമുക്ക് ടെമ്പററി ഡെപ്രിസിയേഷൻ കണക്കാക്കാൻ പറ്റുകയില്ല. അത് റൈറ്റ് ഓഫ് ചെയ്യുന്നില്ല, ബുക്ക് ഓഫ് വാല്യൂ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ല, അത് ക്യാപിറ്റൽ ലോസ് ആയിട്ട് കണക്കാക്കും. ദ അസറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ബൈ ദ അസസി ഫോർ പർപ്പസ് ഓഫ് ബിസിനസ് പ്രൊഫഷൻ at least for some considerable time period during the previous year in which the transfer sale takes place. അപ്പോൾ ടെമ്പററി ഡെപ്രിസിയേഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ അസറ്റ് വാങ്ങിച്ചെങ്കിൽ ആ അസറ്റ് അതേ കൊല്ലം ഇത് പുട്ട് യൂസ് ചെയ്യുന്ന അതേ കൊല്ലം വിൽക്കാൻ പാടില്ല. രണ്ടാമത്തെ കേസ് എന്താണ്? അത് കുറച്ച് കാലമെങ്കിലും ബിസിനസ്സിൽ യൂസ് ചെയ്തിരിക്കണം. പിന്നെ ടെമ്പററി ഡെപ്രിസിയേഷൻ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന അസറ്റ് കംപ്ലീറ്റ്ലി റൈറ്റ് ഓഫ് ചെയ്തിരിക്കണം. റിട്ടേൺ ഓഫ് ഫ്രം ദ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നിന്ന് അത് റൈറ്റ് ഓഫ് ചെയ്യപ്പെടും. അങ്ങനെ ചെയ്താൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ഈ ബാലൻസിങ് ചാർജ് അണ്ടർ സെക്ഷൻ 41(2)ലും ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 50(a)ലുമാണ് ഈ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേസുകൾ നമ്മൾ എന്താണ് ബാലൻസിങ് ചാർജ് എന്ന് പറഞ്ഞു, എന്താണ് ടെമ്പററി ഡെപ്രിസിയേഷൻ എന്ന് പറഞ്ഞു, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ CH പവർ പ്രോജക്ട്സ് ഈസ് എ പവർ ജനറേറ്റിംഗ് കമ്പനി. 2423 അത് പർച്ചേസ് ചെയ്തു 50 lakhsന്. അപ്പോൾ ഡിപ്രിസിയേഷൻ 15% ഡിപ്രിസിയേഷനാണ്. അത് പവർ കമ്പനിയാണ്ട് SLM ബേസിലാണ് ഡിപ്രിസിയേഷൻ അവർ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പവർ ജനറേഷൻ കമ്പനി ആയതുകൊണ്ട് അല്ലെങ്കിൽ പവർ ജനറേഷൻ പ്ലാന്റ് ആയതുകൊണ്ട് അതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അത് SLMലോ വേണമെങ്കിൽ WDBയിലോ അതിന് ക്ലെയിം ചെയ്യാവുന്ന ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ SLM ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് ബാലൻസിങ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ബാലൻസിങ് ചാർജ് ഇപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ട് ബാലൻസിങ് ചാർജ് ഓഫ് ടെമ്പററി ഡെപ്രിസിയേഷൻ അസ്യൂമിങ് ദ പ്ലാന്റ് ഈസ് സോൾഡ് ഓൺ 21/4/25 ആഫ്റ്റർ 2 years ഇറ്റ് വാസ് സോൾഡ് ഫോർ 33 lakhs, 47 lakhs, 55 lakhs. 3 കേസാണ്. ഓക്കെ, 3 കേസിൽ 2423 പർച്ചേസ് ചെയ്ത പ്ലാന്റ്. അപ്പോൾ എന്ത് പറ്റി? മോർ ദൻ 180 days ആണ്. 2423 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 1/4/24 ആകുമ്പോഴത്തേക്ക് മോർ ദൻ 1424 ആകുമ്പം മോർ ദൻ 180 days കൊണ്ട് ഫുൾ ഡെപ്രിസിയേഷൻ കിട്ടും ആ ഒരു കേസിൽ. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് ഇയറിൽ ആണെങ്കിലോ 1424 തൊട്ട് 1425 വരെ അവിടെയും ഫുൾ ഡെപ്രിസിയേഷൻ കിട്ടും. അപ്പോൾ 2 കൊല്ലത്തെ 15% ഫുൾ ഡെപ്രിസിയേഷൻ 50 lakhsന് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, SLM ആയതുകൊണ്ട് ആ കോസ്റ്റിന് മുകളിൽ തന്നെ ആയിരിക്കും 2 കൊല്ലം 15% കിട്ടുന്നത്. അതിൽ ഡെപ്രിസിയേഷൻ മൈനസ് ചെയ്യുകയില്ല, WDB മാത്രമേ മൈനസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് WDB ആസ് ഓൺ 1425 എന്ന് പറയുന്നത് 2 കൊല്ലത്തെ ഡെപ്രിസിയേഷൻ 15% വെച്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 35 lakhs വരും. അതാണ് WDB 1425 ഈ 3 കേസിലും കേസ് A കേസ് B കേസിൽ WDB സെയിം തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. സെയിൽസ് പ്രൊസീഡ്സ് വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. സെയിൽസ് പ്രൊസീഡ്സിൽ Aയിൽ 33 lakhs, Bയിൽ 47, 3യിൽ അല്ല Cയിൽ 55 lakhs ആണ്. 50 lakhs ആണ് കോസ്റ്റ് ഫസ്റ്റ് കേസിൽ. ഓക്കെ, അപ്പം അതിൽ WDBയെക്കാട്ടിലും കുറവാണ് സെയിൽ കോസ്റ്റ് ഫസ്റ്റ് കേസിൽ. അങ്ങനെ എന്ത് പറ്റി? സെയിൽ കുറവാകുമ്പം ഡിഫറൻസ് എന്തായിരിക്കും? അപ്പോൾ അതൊരു
ലോസ് ആണ് അല്ലേ? ആ ലോസ് ടെർമിനൽ ഡെപ്പോസിഷനാണ്. 2 lakhs ലോസ് ടെർമിനൽ ഡെപ്പോസിഷനാണ് അവിടെ. ഓക്കെ, ഇവിടെ ടെർമിനൽ ഡെപ്പോസിഷൻ വരുന്നില്ല. എന്തുകൊണ്ടാണ്? കാര്യം ഡബിൾ ഡിവിന് കൂടുതലാണ്. അതുകൊണ്ട് അവിടെ ടെർമിനൽ ഡെപ്പോസിഷൻ ഇല്ല. ഈ സെക്കൻഡ് കേസിൽ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് PGBP ഇൻകമാണ്. അതായത് അത് ബാലൻസിങ് ചാർജായിട്ട് വരും. ബാലൻസിങ് ചാർജാണ്, അത് ബാലൻസിങ് ചാർജ് ആയിരിക്കും. തേർഡ് കേസിൽ ഇപ്പോൾ ഇവിടെ ബാലൻസിങ് ചാർജ് ഇല്ല. തേർഡ് കേസിൽ 55 lakhs എന്ന് പറഞ്ഞ് കോസ്റ്റ് 50 lakhs കൂടുതലാണ്. 50 lakhs ആണ് കോസ്റ്റ്, അതിലും കൂടുതലാണ് 55 lakhs. അപ്പം 55 - 50 എന്ന് പറയുന്ന കോസ്റ്റിൻ്റെയും സെയിൽ വാല്യൂൻ്റെയും ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനാണ് 5 lakhs. പിന്നെ 50 lakhs വരെ 35 to 50 lakhs എന്ന് പറയുന്നത് ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബാലൻസിങ് ചാർജ് ആയിരിക്കും. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അതേ കേസിലാണ് ഒന്നുകൂടെ നമ്മൾ വേറെ ഒരു എക്സാമ്പിൾ വഴി ഒന്നുകൂടെ നമ്മളത് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. നമുക്കിനി സെക്ഷൻ 41(3) നോക്കാം. ഇതിൽ സെയിൽ ഓഫ് അസറ്റ് യൂസ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് റിലേറ്റഡ് ടു ബിസിനസ്. നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. സെക്ഷൻ 35 കേസ് പറഞ്ഞാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്താണ് സയൻറ്റിഫിക് റിസർച്ചിൻ്റെ കേസ് എന്ന് നമ്മൾ പഠിക്കും. സെക്ഷൻ 35 പഠിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ എടുക്കുകയാണ്. അപ്പോൾ സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ അതിൽ ബോത്ത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ ആർ അലൗഡ്. ഓക്കെ, അതിന് ഡിഡക്ഷൻ കിട്ടും അല്ലേ? എക്സെപ്റ്റ് എന്താണ്? എക്സെപ്റ്റ് ലാൻഡിന് കിട്ടില്ല. ലാൻഡ് ഒഴിച്ചുള്ള മറ്റുള്ള ക്യാപിറ്റൽ അസറ്റ്സിനല്ലേ നമുക്ക് 100% ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നാച്ചുറൽ അപ്ലൈഡ് സയൻസ്, അഗ്രികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, സോഷ്യൽ സയൻസസ്, സ്റ്റാറ്റിക് റിസർച്ച്, എക്സ്പെൻഡിച്ചർ ഫോർ അക്വിസിഷൻ ഓഫ് റൈറ്റ്സ് ഫോർ സയൻറ്റിഫിക് റിസർച്ച്, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എമൗണ്ട് റിയലൈസ്ഡ് ഓൺ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് യൂസ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് ഈസ് ചാർജബിൾ അണ്ടർ PGBP. അപ്പം നമുക്ക് 100% ഡിഡക്ഷൻ കിട്ടിയ ഇൻകത്തിൽ നിന്നും നമ്മൾ റിഡ്യൂസ് ചെയ്ത് നമ്മൾ ഡിഡക്ട് ചെയ്തൊരു ഐറ്റം പിന്നെ ഏതെങ്കിലും കാരണത്തിൽ നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്യുകയോ വിൽക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇൻകം ഓൾറെഡി ഡിഡക്ഷൻ കിട്ടിയതാണ്. അപ്പം ഒരു ഇൻകം കിട്ടുമ്പം അത് PGBP ഇൻകമായിട്ട് കണക്കാക്കി ചാർജ് ചെയ്യണം. ഓക്കെ, അത് ടാക്സബിളാണ്. ലോവർ ഓഫ് ഡിഡക്ഷൻ അലോഡ് ഇല്ലെങ്കിൽ അത് കിട്ടുന്ന ഇൻകമാണോ ഡിഡക്ഷനാണോ ഏതാണ് കുറവ് അത് ഇൻകമായിട്ട് കണക്കാക്കി PGBP ഹെഡിൽ കണക്കാക്കണം. അപ്പോൾ ഈ രണ്ട് കേസിനകത്തുണ്ടാകും. ഒന്ന്, നമുക്ക് വിത്തൗട്ട് ഹാവിങ് ബീൻ യൂസ് ഫോർ അതർ പർപ്പസസ്. അപ്പോൾ അത് സയൻറ്റിഫിക് റിസർച്ചിന് യൂസ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ അത് മറ്റൊരു ബിസിനസ്സിൽ, അതിപ്പോൾ നമുക്ക് വേണ്ടി ബിസിനസ്സിലേക്ക് ചേഞ്ച് ചെയ്യാം, ബിസിനസ്സിലേക്ക് മാറ്റി ബിസിനസ്സിൽ തൊട്ട് ഈ അസറ്റ് യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യാതെ നേരിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ സെയിൽ കൺസിഡറേഷൻ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് കോസ്റ്റ് ഈസ് PGBP ഇൻകം. അപ്പോൾ അതിൽ നിന്ന് കോസ്റ്റിൽ നിന്നും അതിൽ നിന്നും കുറച്ച് കിട്ടുന്ന, അപ്പം ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് കോസ്റ്റ് കോസ്റ്റ് വരെ. അപ്പം എന്താണ് അതിൻ്റെ കോസ്റ്റ്? ആ കോസ്റ്റ് വരെ കിട്ടുന്ന ഇൻകം PGBP ഇൻകമായിട്ടും എക്സസ് ഓവർ ദ കോസ്റ്റ് കിട്ടുന്നത് നമുക്ക് എന്താണ് ക്യാപിറ്റൽ ഗെയിനുമായിട്ട് കണക്കാക്കാം അണ്ടർ സെക്ഷൻ 45. ഇതാണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് നേരത്തെ. പക്ഷേ അത് വേറൊരു ബിസിനസ്സിലോ എന്തെങ്കിലും കാര്യത്തിൽ യൂസ് ചെയ്തിട്ട് സബ്സീക്വൻ്റ് ആയിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ ആ സെയിൽ കൺസിഡറേഷൻ ഷാൽ ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ റിലവൻറ്റ് ബ്ലോക്ക് ഓഫ് അസറ്റ്. അങ്ങനെയാണ് ആ ബ്ലോക്ക് ഓഫ് അസറ്റ്, എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്രിസിയേഷൻ്റെ ബ്ലോക്ക് ഓഫ് അസറ്റ് ഉണ്ട്, അതിൽ നിന്നും അതിനെ എന്താണ് സബ്സ്ട്രാക്റ്റ് ചെയ്യണം. അറ്റ് ദ ടൈം ഓഫ് കൺവേർഷൻ ടു നോർമൽ ബിസിനസ് അസറ്റ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഷാൽ ബി നിൽ. നമ്മൾ അത് ബിസിനസ്സിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് അസറ്റ് നില്ലാണ് ആ കേസിൽ. ഓക്കെ, അപ്പോൾ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ കേസ് നമ്മൾ എടുത്ത് രണ്ട് കേസ് നമ്മൾ പറഞ്ഞു. ഒന്നെങ്കിൽ അത് സയൻറ്റിഫിക് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, അത് ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അതിൻ്റെ കാലാവധി ഇല്ലെങ്കിൽ അത് റിസർച്ച് തീരുന്നതിന് മുമ്പ് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് അസറ്റ് നില്ലാണ്. എന്നിട്ട് സബ്സിക്വൻ്റ് ആയിട്ട് സെയിലോ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ സെല്ലിംഗ് പ്രൈസ് സെക്ഷൻ 41 അനുസരിച്ച് റിക്കവറി ഓഫ് ഡിഡക്ഷൻ നമ്മൾ ആ പറയുന്ന ബ്ലോക്ക് ഓഫ് അസറ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, സെക്കൻഡ് കേസിൽ ആഫ്റ്റർ യൂസ് മൊത്തമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് സയൻറ്റിഫിക് റിസർച്ച് നമ്മൾ കഴിഞ്ഞ് അത് സെയിൽ ചെയ്യുകയാണെങ്കിൽ സെയിൽ പ്രൊസീഡ്സ് എന്ന് പറയുന്നത് PGBP ഇൻകം ആസ് പെർ 41(3) is the lower of the deductions under the സെക്ഷൻ 35 ഓർ സെയിൽ പ്രൈസ്. ഏതാണോ കുറവ് അതെടുക്കും. ഈ ഒരു കേസിൽ എന്തായിരിക്കും നമ്മൾ പറഞ്ഞത് അത് അപ് ടു കോസ്റ്റ് ഓഫ് അസറ്റ് വരെ അത് PGBP ഇൻകവും കോസ്റ്റ് ഓഫ് അസറ്റിന് മുകളിൽ കിട്ടുന്ന ഇൻകം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനായിട്ടും കണക്കാക്കും. ഇനി 41(4) എന്താണ്? ബാഡ് ഡെപ്റ്റ്സ്.
അപ്പം നമുക്ക് നമ്മൾ ഏതെങ്കിലും ബാഡ് ഡെപ്റ്റ്സ് എന്നിരിക്കട്ടെ, ബാഡ് ഡെപ്റ്റ്സ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് പൈസ തിരിച്ച് കിട്ടുകയാണ്. അങ്ങനെ ആകുമ്പോൾ അത് ഇൻകമായിട്ട് കണക്കും. റൈറ്റ് ഓഫ് ചെയ്ത് ഓൾറെഡി നമ്മൾ ഇൻകത്തിൽ നിന്ന് അത് ഡെക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ ആ ബെനിഫിറ്റ് നമ്മൾ അത് എൻജോയ് ചെയ്തതാണ്. ആ എൻജോയ് ചെയ്ത ബെനിഫിറ്റ് ബാഡ് ഡെപ്റ്റ് തിരിച്ച് കിട്ടുമ്പം എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് PGBP ഇൻകമായിട്ട് കണക്കാക്കും. പക്ഷേ എങ്ങനെ എന്നുള്ളതാണ് നമ്മളുടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം എനി എമൗണ്ട് ഓർ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ഇൻ ഫുൾ ഓർ ഇൻ പാർട്ട് ഫോർ വിച്ച് അലോ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 36(1)(7) അതാണ് ആ ക്ലോസ്, ബാഡ് ഡെപ്റ്റിൻ്റെ ക്ലോസ്. ഇൻ എനി PY വിൽ ബി ഇൻകം അണ്ടർ PGBP ഇൻ ദ ഇയർ റിസീവ്ഡ്. ഈ 36(1)(7) നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ഇത് നിങ്ങൾ വീണ്ടും പഠിക്കുമ്പോൾ ഒന്നുകൂടെ ഹൃദയസ്ഥമാവും. ഓക്കെ, ഇപ്പം നിങ്ങൾ ജസ്റ്റ് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇത്തരം കാര്യങ്ങൾ. PGBP income taxable is equal to bad debt recovered minus bad debt disallowed by assessing, അതായത് ബാഡ് ഡെപ്റ്റ് ഡിസലോഡ് ബൈ അസസിങ് ഓഫീസർ. അപ്പം അസസിങ് ഓഫീസർ, അപ്പം നമ്മളിപ്പം ബാഡ് ഡെപ്റ്റ്സ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ 10 lakhs ബാഡ് ഡെപ്റ്റാണ് എന്ന് പറഞ്ഞാൽ അത് ഫുള്ളി ചിലപ്പോൾ അലോ ചെയ്യണമെന്നില്ല. ഓക്കെ, അത് റൈറ്റ് ഓഫ് ചെയ്യാൻ ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യാൻ അസസിങ് ഓഫീസർ, ഇൻകം ടാക്സ് ഓഫീസർ അത് അലോ ചെയ്യണമെന്നില്ല. അവർ ചിലപ്പം 4 lakhs 6 lakhs മാത്രമേ അലോ ചെയ്യത്തുള്ളൂ. അങ്ങനെ വരുമ്പം നിങ്ങൾ 10 lakhs നിങ്ങൾ ക്ലെയിം ചെയ്തെങ്കിലും 6 lakhs അലോ ചെയ്തെങ്കിലും 4 lakhs ഡിസലൗഡാണ്, ബാഡ് ഡെപ്റ്റ് ഡിസലൗഡാണ്. ഓക്കെ, അങ്ങനെ ഒരു കേസ് വരാം. അപ്പം PGBP ഇൻകം ടാക്സബിൾ എന്ന് പറയുന്ന ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് മൈനസ് ബാഡ് ഡെപ്റ്റ് ഡിസലൗഡ്. അപ്പം നിങ്ങൾക്ക് 6 lakhs നിങ്ങൾ 10 lakhs ബാഡ് ഡെപ്റ്റ് നിങ്ങൾ ക്ലെയിം ചെയ്തു. അതിൽ 4 lakhs ഡിസലോ ചെയ്തു, 6 lakhs അവർ ബാഡ് ഡെപ്റ്റായിട്ട് അംഗീകരിച്ചത്. നിങ്ങൾക്ക് ഈ 6 lakhs തിരിച്ച് കിട്ടുമെന്നിരിക്കട്ടെ, സബ്സിക്വൻ്റ് ഇയറിൽ സബ്സിഡി തിരിച്ച് കിട്ടി. അപ്പോൾ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് 6 lakhs, ഡിസലോഡ് 4 lakhs. 6 - 4 വന്നു കഴിയുമ്പം എന്താണ് ഡിഫറൻസ് ഓഫ് ദ ബാഡ് ഡെപ്റ്റ് ക്ലെയിംഡ് ആൻഡ് അലോഡ് ബൈ അസസിങ് ഓഫീസർ ഈസ് ബാഡ് ഡെപ്റ്റ് ഡിസലോഡ്. ഓക്കെ, അപ്പം അതാണ് PGBP ഇൻകം കണക്കാക്കുന്നത്. മൊത്തം നിങ്ങൾക്ക് 6 lakhs ബാഡ് ഡെപ്റ്റ് ആയിരുന്നു, 4 lakhs ഡിസലോഡാണ്, മൊത്തം 10 lakhs. പക്ഷേ നിങ്ങൾക്ക് 6 lakhs കിട്ടിയപ്പം 2 lakhs 6 - 4 എന്ന് പറയുന്നത് 2 lakhs നിങ്ങൾ ഇൻകമായിട്ട് കണക്കാക്കും. ഓക്കെ, അത് PGBP ഇൻകം ടാക്സബിൾ ആണ്. ഇയർ ഓഫ് ടാക്സബിലിറ്റി ഇസ് ദ ഇയർ ഓഫ് റിക്കവറി. ഓക്കെ, where the deduction has been allowed in respect of bad debt and the bad debt is subsequently recovered, then the amount so recovered shall be deemed to be the income under the head PGBP in the year in which the amount is recovered. ആ സബ്സിക്വൻ്റ് ഇയറിൽ ഏത് കൊല്ലമാണോ അല്ലെങ്കിൽ ഏത് വർഷമാണോ നിങ്ങൾക്ക് ഇൻകം ബാഡ് ഡെപ്റ്റ്സ് നിങ്ങൾ റിക്കവർ ചെയ്യുന്നത്, ആ ഇൻകം ആ പറയുന്ന ഡിഫറൻസ്, അതായത് റിക്കവർ ചെയ്ത ബാഡ് ഡെപ്റ്റ്സും ഡിസലോ ചെയ്ത ബാഡ് ഡെപ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അത് അലോ ചെയ്യും. ഓക്കെ, നൗ നമ്മൾ 2 കേസ് പറഞ്ഞു. ഈ 2 കേസിൽ ചാർജബിളാണ് 2541 2841 ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യുന്നു. അത് ഡിഡക്ഷൻസ് ആണ്, പല ഡിഡക്ഷൻസ്. ഇപ്പം 32 37(1) വരെ ഡിഡക്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ പഠിക്കും. നെക്സ്റ്റ് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ സബ്സിക്വൻ്റ് റിക്കവർ ചെയ്തു. അപ്പോൾ നമ്മൾ ദിസ് ഷാൽ അപ്ലൈ ഈവൻ ഇഫ് ദ ബിസിനസ് പ്രൊഫഷൻ ഇസ് നോ ലോങ്ങർ എക്സിസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒരു ക്ലാരിറ്റിനകത്ത് കിട്ടും. അപ്പം 1 lakh ഈസ് റിക്കവറബിൾ ഫ്രം ഡെപ്റ്റർ മിസ്റ്റർ എ ഉണ്ട്. എയുടെ കയ്യിൽ നിന്ന് 1 lakh നമുക്ക് കിട്ടാനുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒരു 40,000 റൈറ്റ് ഓഫ് ചെയ്തു, ബാഡ് ഡെപ്റ്റ്സ് ആയിട്ട് കണക്ക് റൈറ്റ് ഓഫ് ചെയ്തു. ഓക്കെ, അപ്പം സബ്സിക്വൻ്റ് ആയിട്ട് നമുക്കൊരു ഒരു 2 കൊല്ലം, ഇത് 2019 അപ്പം 6 years കഴിഞ്ഞപ്പോൾ നമുക്ക് 6 years ആയപ്പോൾ നമുക്ക് 70,000 തിരിച്ച് കിട്ടി. അപ്പം ശരിക്കും റൈറ്റ് ഓഫ് ചെയ്ത് 40,000 ഉള്ളൂ. 60,000 ബാഡ് ഡെപ്റ്റ്സ് അയാളുടെ ലയബിലിറ്റി ആയിട്ട് കണക്കാണ് മിസ്റ്റർ എയുടെ. അപ്പോൾ ഫസ്റ്റ് 70,000 കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ അത് നമ്മൾ കണക്കാക്കുന്നതാണ്. ഓക്കെ, അപ്പം 70,000 റിക്കവേർഡ് ഫ്രം മിസ്റ്റർ എ, ഹിയർ 60,000 ഷാൽ ബി ഡീം ടു ഹാവ് ബിൻ റിക്കവേർഡ് ടുവേർഡ് ദ ഡെപ്റ്റ്. അപ്പം ഈ 40,000 നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തുള്ളൂ, 60,000 ഡെപ്റ്റായിട്ട് കിടക്കണം. ഫസ്റ്റ് കിട്ടിയ ബാഡ് ഡെപ്റ്റ് കിട്ടിയ ഈ എമൗണ്ടിൽ നിന്നും, റിക്കവർ ചെയ്ത എമൗണ്ടിൽ നിന്നും ഇനി ബാലൻസ് ഉള്ള ആ ഒരു 60,000 മൈനസ് ചെയ്യണം. ഓക്കെ, ഷാൽ ബി ഡീം ടു ഹാവ് ബിൻ റിക്കവേർഡ് ടുവേർഡ് ദ ഡെപ്റ്റ്. ആ ഡെപ്റ്റ് ആദ്യം നമ്മൾ കാര്യം അത്രയും ലയബിലിറ്റി കിടക്കുക, ലയബിലിറ്റി ക്ലോസ് ചെയ്തു. അപ്പോൾ ബാക്കി പിന്നെ 10,000 ഉണ്ട്. ആ 10,000 ടുവേർഡ് ദ റിക്കവറി ഓഫ് ബാഡ് ഡെപ്റ്റ് ഓഫ് 40,000. ബാഡ് ഡെപ്റ്റ്
ഇപ്പോൾ 40,000 ആയിട്ട് കണക്കാക്കിയിട്ടുള്ളൂ. 60,000 കിട്ടാനുള്ള ഇൻകം ആയിരുന്നു. അത് 70,000 കിട്ടിയപ്പോൾ ആ ഇൻകം ആദ്യം ഇൻകം മാത്രം റിക്കവർ ചെയ്തു. ബാക്കി 10,000 വന്നാൽ ഈ ബാഡ് ഡെപ്റ്റ് 40,000 കിട്ടാനുള്ളതിൽ നിന്നും 10,000 മൈനസ് ചെയ്താൽ ആ ബാക്കിയുള്ള ബാഡ് ഡെപ്റ്റിൽ നിന്ന് 40,000 ബാഡ് ഡെപ്റ്റിലുള്ള 10,000 റിക്കവർ ചെയ്തായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. മറ്റേത് നമുക്ക് ലയബിലിറ്റി ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് 10,000 ഉള്ളൂ ബാക്കി. അപ്പോൾ ഈ 10,000 മാത്രമേ നമുക്ക് ബാഡ് ഡെപ്റ്റ് റിക്കവർ ചെയ്തിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അതാണ് മാത്രം ടാക്സബിൾ ആകത്തുള്ളൂ. PGBP ടാക്സബിൾ അണ്ടർ സെക്ഷൻ 41(4). ഇപ്പോൾ നമുക്കിവിടെ പറയുവാണെങ്കിൽ എ ഡെപ്റ്ററാണ് നമുക്ക് 1 lakhന്. ആ ഡെപ്റ്ററായിട്ടുള്ള ഇതിൽ 40,000 നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു ടു എ, ബാഡ് ഡെപ്റ്റ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ അത് PNL അത് കൊണ്ടുവരികയും ചെയ്തു, അത് അക്കൗണ്ട് ചെയ്തു. എന്നിട്ട് ബാങ്ക് ഡെപ്റ്റ് 70,000, നമുക്ക് 70,000 പിന്നെ ബാഡ് ഡെപ്റ്റ് റിക്കവർ ചെയ്തപ്പോൾ 60,000 എയുടെ അക്കൗണ്ടിലേക്ക് ഈ കിട്ടാനുള്ള ബാക്കിയുള്ള 70,000 ഈ 60,000 ഈ 10,000 4,000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര 60,000 ഉണ്ട്. അത് നമ്മൾ ആദ്യം റിക്കവർ ചെയ്തു. ബാക്കിയുള്ളത് ബാഡ് ഡെപ്റ്റ് റിക്കവറി 10,000 കാണിച്ചു. ബാഡ് ഡെപ്റ്റ് റിക്കവറി നമ്മൾ PNL കൊണ്ടുവന്നു. അത് ടാക്സബിൾ ഇൻകമായിട്ട് മാറി. കേസ് ലോസ് PK കൈമൾ ഇതെല്ലാം പല കോർട്ട് കേസുകളാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ഈ കോർട്ട് കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയ അമെൻമെൻറ്റ് ആക്ടിൽ വരുന്നത് വരെ കോർട്ടിലെ വിധി എന്ന് പറയുന്നത് അത് ബൈൻഡബിളാണ്. പക്ഷേ പുതിയൊരു ചേഞ്ച് വന്നു കഴിഞ്ഞു, ആക്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ബാധകമല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആക്ട് ആയിരിക്കും സുപ്രീം. അല്ലാത്ത കേസുകളിൽ ഈ ഒരു സെക്ഷൻ കോർട്ടിൽ ഡിസൈഡ് ചെയ്യപ്പെടുന്ന അനുസരിച്ചായിരിക്കും പിന്നെ പോകുന്നത്. അതുവരെ പുതിയ ഇതിനകത്ത് അമെൻമെൻറ്റ് വരുന്നത് വരെ. അപ്പം ഇത് PK കൈമളിൻ്റെ കേസിൽ എന്താ, ബാഡ് ഡെപ്റ്റ് ഓഫ് ദ പ്രിഡെസസർ റിക്കവേർഡ് ബൈ സക്സസർ ഈസ് നോട്ട് എൻ ഇൻകം ഫോർ ദ സക്സസർ അണ്ടർ PGBP. അപ്പം സക്സസർ പ്രീഡെസസറിൻ്റെ നേരത്തെ, അപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ ഫാദറിന് കുറച്ച് ബാഡ് ഡെപ്റ്റ്സ് ഉണ്ടായിരുന്നു. അത് റേറ്റ് ഓഫ് ചെയ്ത് കാണും. അത് റേറ്റ് ഓഫ് ചെയ്തത് സക്സസർ റിക്കവർ ചെയ്തു. അപ്പോൾ റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബാഡ് ഡെപ്റ്റ്സ് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സക്സസറിൻ്റെ ഇൻകം അല്ല, നോട്ട് ആൻ ഇൻകം ഓഫ് ദ സക്സസർ അണ്ടർ ദ PGBP. അതാണ് ഒരു കേസ്. വീർഭദ്ര റാവുവിൻ്റെ കേസിൽ എന്താണ്, ബാഡ് ഡെപ്റ്റ്സ് റിട്ടേൺ ഓഫ് ബൈ ദ പ്രിഡെസസർ. ഈ പ്രിഡെസസർ ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഷോൺ ആസ് എൻ ഇൻകം ഓൾസോ ഇൻ PNL, ആൻഡ് അത് റേറ്റ് ഓഫ് ചെയ്ത് PNL ചാർജ് ചെയ്തിട്ടുണ്ട്. സക്സസർ ക്യാൻ ക്ലെയിം ഡിഡക്ഷൻ ഈവൻ ഇഫ് നോട്ട് ഷോൺ ഇൻകം ബൈ ഹിം. അപ്പോൾ സക്സസർ അത് PNL കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾക്ക് ഡിഡക്ഷൻ കിട്ടാതിരിക്കത്തില്ല. സക്സസറിന് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ബാഡ് ഡെപ്റ്റ് 50,000, ഡിഡക്ഷൻ അലൗഡ് 20,000. അപ്പോൾ അസസിംഗ് ഓഫീസർ 20,000 അലോ ചെയ്തുള്ളൂ, 30,000 ഡിസലോ ചെയ്തു. സബ്സിക്വൻ്റ് റിക്കവർ ചെയ്ത് 40,000 ആണ്. സബ്സിക്വൻ്റായിട്ട് 40,000 നമ്മൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസലോ ചെയ്ത 30,000 ആദ്യം അതിനകത്ത് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്ത് ബാക്കി 10,000 ഉള്ളൂ. അപ്പം ആ 10,000 ഫസ്റ്റ് ദ ഡിസർവ്ഡ് എമൗണ്ട് ടു ബി ഡിഡക്റ്റഡ് ആൻഡ് ദ ബാലൻസ് ഈസ് ടാക്സബിൾ. ഈ 10,000 മാത്രമേ ടാക്സബിൾ ആവത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് 20,000 ആണ് കിട്ടുന്നതെങ്കിൽ 20,000 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസലോ ചെയ്ത 30,000 നിന്നും ഈ 20,000 ആദ്യം മൈനസ് ചെയ്യണം. ആദ്യം മൈനസ് ചെയ്യുമ്പോൾ 10,000 വരുന്നത് അത് മാത്രമേ. അപ്പോൾ ഈ 30,000 ചെയ്യുന്നത് ഡിസലോ ചെയ്ത എമൗണ്ട് 10,000 ആയിട്ട് കുറയും. അത് ടാക്സ് ലയബിലിറ്റി ഒന്നും അവിടെ ഇല്ല. ഹെൻസ് ₹20,000 ഈസ് അലൗഡ് ഹിയർ. അപ്പോൾ 20,000 നമുക്കിവിടെ ബാഡ് ഡെപ്റ്റ് അലോ ചെയ്യും. നൗ സെക്ഷൻ 41(4)(a), എമൗണ്ട് വിഡ്രോൺ ഫ്രം എ റിസർവ് ക്രിയേറ്റഡ് അണ്ടർ സെക്ഷൻ 36(1)(8). അപ്പോൾ നമുക്ക് എന്താണ്, പ്രൊവിഷൻസ് ഒന്നും ഇതിനകത്ത് അലോ ചെയ്യില്ല. പ്രൊവിഷൻസ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുകയില്ല. അപ്പം നമുക്കിപ്പം ബാഡ് ഡെപ്റ്റ് ഞാൻ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് അതിനകത്ത് നമ്മൾ കാണിച്ചിട്ട് അതിന് നമ്മൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അത് അലോ ചെയ്യുന്നതല്ല, ചെയ്യാൻ പറ്റുകയില്ല. അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചറാണ് എപ്പോഴും PGBP ഒന്നും വരുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് അത് അലൗഡ് അല്ല. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. അത് സ്പെസിഫിക് ആയിട്ട് ചില കേസുകൾ മാത്രമേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അലോ ചെയ്യുന്നുള്ളൂ. 35AD പോലുള്ള സ്പെസിഫൈഡ് ബിസിനസ്സിന് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ചില ബിസിനസ്സുകളുണ്ട്, അതിൽ മാത്രമേ ഇത് അലോ ചെയ്യുന്നുള്ളൂ. എക്സ്പെൻഡിച്ചർ ഓൺ നോൺ അസസിബിൾ
ബിസിനസ്. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ കൊല്ലം ഓരോ നല്ല ഇൻകം ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ഇൻകം ഒന്നും നമുക്ക് നോൺ അസസിബിൾ ബിസിനസ് ഒന്നും ആ വരുന്ന എക്സ്പെൻഡിച്ചർ ഒന്നും നോട്ട് അലൗഡാണ് ആസ് എ ഡിഡക്ഷൻ. ബിസിനസ് എക്സ്പെൻഡിച്ചേഴ്സ് മസ്റ്റ് ഹാവ് ബീൻ ഇൻകേർഡ് വിത്ത് അസോസിയേറ്റഡ് ഡിഡക്ഷൻ. അപ്പം ബിസിനസ് എക്സ്പെൻഡിച്ചർ അത് ഇൻകർ ചെയ്യപ്പെടണം. അത് ശരിക്കും അത് അവിടെ സംഭവിച്ചാൽ മാത്രമേ ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ. അതുപോലെ അലൗഡ് ഫോർ ഓൺ ബിസിനസ് ഓൾസോ ഇഫ് ഇൻകേർഡ് ഈവൻ വെൻ ദ ബിസിനസ് ഇസ് എൻജോയ്ഡ് ബൈ അതേഴ്സ്. അപ്പോൾ സ്വന്തം ബിസിനസ്സിനും ആ ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്ന മറ്റുള്ളവരുമാണ് അത് കിട്ടാനുള്ള വകുപ്പുണ്ട് അവിടെ. ഓക്കെ. നോഷണൽ എക്സ്പെൻഡിച്ചർ. അപ്പം ഞാൻ പ്രൊപ്പറേറ്റർഷിപ്പാണ്, എൻ്റെ തന്നെ കമ്പനി. ഓക്കെ. അപ്പം ഞാൻ തന്നെ എൻ്റെ ബിസിനസ് എൻ്റെ വീട്ടിൽ നടത്തുന്നു, അതിന് ഞാൻ റെൻറ്റ് കിട്ടി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് അലോബിൾ അല്ല. നോഷണൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യമില്ല. ഞാൻ തന്നെ എൻ്റെ ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്തിട്ട് ഞാനത് എൻ്റെ റെൻ്റെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. നോ വൺ ക്യാൻ ഏൺ ഇൻകം ഫ്രം ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. റെൻറ്റ് ടു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഓർ സാലറി ടു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഈസ് ഡിസലൗഡ്. പക്ഷേ നമുക്ക് ഒരു ഒരു പാർട്ട്ണറുണ്ട്, 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അതിൽ ഒരു പാർട്ട്ണറുടെ വീട്ടിൽ നമ്മൾ ബിസിനസ് നടത്തുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു കേസിൽ ആ റെൻറ്റ് നമുക്ക് അയാൾക്ക് പേ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ്, ഇതിൻ്റെ ഒരു എക്സ്പെൻസായിട്ട് കാണിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. ഓണേഴ്സ് ദ പ്രൂഫ് ലൈസ് വിത്ത് അസസി. നമ്മളൊരു ഇൻകം ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അസസിക്ക് തന്നെയാണ്. റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ടാക്സബിൾ അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി അണ്ടർ സെക്ഷൻ 22. അപ്പം നമുക്കിപ്പോൾ ഈവൻ ഇഫ് നമ്മുടെ മെയിൻ ബിസിനസ് കെട്ടിടം വാടക കൊടുക്കുന്ന ആണെങ്കിൽ പോലും അത് ഹൗസ് പ്രോപ്പർട്ടിയിൽ വരികയുള്ളൂ, അല്ലാതെ അത് PGBP ഇൻകത്തിൽ വരികയില്ല. ഹൗവർ ഇഫ് ലെറ്റിംഗ് ഔട്ട് ദ ഹൗസ് സപ്പോർട്ട് ദ സ്മൂത്ത് ഓപ്പറേഷൻ ഓഫ് ബിസിനസ്. അപ്പം നമ്മൾ ബിസിനസ്സിന് ഈ വീട് നമ്മൾ വാടക കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ദാറ്റ് ഇൻസിഡൻറ്റ് ടു ബിസിനസ്. അങ്ങനെയുള്ള കേസുകൾ വരാം. എന്ന് പറഞ്ഞാൽ ആ വീട് വാടകയ്ക്ക് നമ്മൾ കൊടുത്താൽ മാത്രമേ ആ ബിസിനസ് സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അതൊക്കെ താമസസൗകര്യം കൊടുത്താലേ ആ ബിസിനസ് നടക്കുകയുള്ളൂ. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് PGBP കൊണ്ട് കണക്കാക്കാൻ പറ്റും. ഡിവിഡൻഡ് ഓൺ ഷെയർസ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ് 56(2) അനുസരിച്ച്. അതുകൊണ്ട് ഈവൻ ഇഫ് ഷെയർസ് ആർ സ്റ്റോക്ക് ഇൻ ട്രേഡ്, അപ്പം സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് നമ്മുടെ ഇൻവെൻട്രി ആണെങ്കിൽ പോലും അത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ് ഡിവിഡൻഡ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത് വിന്നിങ് ലോട്ടറീസ് ആൻഡ് റേസസ്. ഓക്കെ. അപ്പം ലോട്ടറി എന്നും ഇല്ലെങ്കിൽ റേസസ്, ഹോഴ്സ് റേസ് പോലുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്ന എമൗണ്ട്, അത് നിങ്ങളൊരു ബിസിനസ്സായിട്ട് നടത്തുകയാണ്. അതായത് നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടറാണ്, ലോട്ടറി ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാതെ വരുന്ന ടിക്കറ്റിൽ നിന്ന് ഇൻകം കിട്ടുന്നിരിക്കട്ടെ. ആ വിൽക്കാതെ പോയ ടിക്കറ്റിൽ നിന്നൊരു ഇൻകം കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബിസിനസ് ഇൻകമാണ്, നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർക്കോ അല്ല റീറ്റെയിലർക്കോ അല്ല. പക്ഷേ ഒരു കസ്റ്റമറിന് ഒരു ഇൻകം കിട്ടുകയാണ്, ലോട്ടറിയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. ഓക്കെ. എക്സെംപ്റ്റഡ് ഇൻകം ബൈ വെർച്യൂ ഓഫ് സെക്ഷൻ 10 ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി DCRG. അപ്പം ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി ആണ് അങ്ങനെയുള്ള സെക്ഷൻ 10 അനുസരിച്ച്. ഇല്ലെങ്കിൽ PF, ഇല്ലെങ്കിൽ HR, ഇങ്ങനെ പോലെയുള്ള 13A അനുസരിച്ചുള്ള HR, 11 അനുസരിച്ചുള്ള PF, ഇങ്ങനെയുള്ള കേസുകളിൽ ഇതെല്ലാം എക്സെംപ്റ്റഡ് ഇൻകമാണ്. ഓക്കെ. അത് ടാക്സബിൾ അല്ല. സം ടാക്സബിൾ അണ്ടർ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ് ഫോർ പർപ്പസ് സെക്ഷൻ 28(5A) ഷാൽ നോട്ട് ബി ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ്. 28(5A) അനുസരിച്ച് നമ്മൾ പറഞ്ഞു എന്താണ് 28(5A)യിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന കോസ്റ്റ്. പക്ഷേ നമ്മളൊരു പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഒരു റൈറ്റ് നമ്മൾ സെല്ല് ചെയ്യുമ്പം, ഓക്കെ, റൈറ്റ് സെല്ല് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന കേസിൽ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് നമുക്ക് അത് PGBP ഇൻകത്തിൽ വരുന്ന അല്ല. ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ്, അത് ക്യാപിറ്റൽ ഗെയിനിൽ വരുന്നതാണ്. ഫോർ ദ പർപ്പസ് 26(5A) ഷാൽ നോട്ട് ബി ടാക്സബിൾ. അത് ക്യാപിറ്റൽ ഗെയിൻ നിങ്ങളുടെ റൈറ്റ് നിങ്ങൾ ഒരാൾ കൊടുക്കുകയാണ്, ഒരു സാധനം ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ടെക്നോളജി സെല്ല് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ആയിരിക്കും, PGBP ഇൻകം ആയിരിക്കില്ല. ഓക്കെ. ഇൻകം ഫ്രം ഇല്ലീഗൽ ബിസിനസ് ഇസ് ടാക്സബിൾ അണ്ടർ PGBP. സ്പെസിഫിക് ഡിഡക്ഷൻസ്. ഓക്കെ. സെക്ഷൻ 30 to 43B. അപ്പോൾ സെക്ഷൻ 30 to 43B വരെയുള്ള സെക്ഷനിലെ ഇൻകംസ്, ആ ഇൻകം സ്പെസിഫിക് ഡിഡക്ഷൻസ് ആണ്, സ്പെസിഫിക് ആയിട്ടുള്ള ഡിഡക്ഷൻസ് ആണ്. അത് ആ സെക്ഷനിൽ കിട്ടുന്ന ഇൻകം ആ പറയുന്ന ഡിഡക്ഷൻസ്
ഉള്ള ഇൻകം എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, PGBP ഇൻകമാണ്. ഇനി ഇൻകംസ് നോട്ട് ചാർജബിൾ അണ്ടർ PGBP. നമ്മൾ ചാർജബിൾ ഇൻകത്തിൻ്റെ കാര്യം പറഞ്ഞു, നോട്ട് ചാർജബിൾ എന്നുള്ള PGBP ഇൻകം നമ്മൾ നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇൻകം നോട്ട് ചാർജബിൾ അണ്ടർ PGBP എന്ന് പറയുമ്പം ഫോളോ ഇൻകംസ് നോട്ട് ചാർജബിൾ അണ്ടർ PGBP ഏതൊക്കെയാണ്? റെൻറ്റ് ഹൗസ് പ്രോപ്പർട്ടി. നമ്മൾ പറഞ്ഞു റെൻറ്റ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ആ ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പോലും, ഹൗസ് പ്രോപ്പർട്ടി റെൻറ്റ് ചെയ്യുന്ന ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ പോലും റെൻറ്റ് ഫ്രം ഹൗസ് ആൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് PGBPയിൽ ടാക്സബിൾ അല്ല. ഓക്കെ, പിന്നെ അത് ബിൽഡേഴ്സ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടുള്ള കേസ് അങ്ങനെയുള്ള പിന്നെ ഒരു ബിൽഡറിനെ സംബന്ധിച്ചോളം ഹൗസസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡാണ്, അയാളുടെ ഇൻവെൻട്രിയാണ്. ഫോർ ബിൽഡർ ഹു റെൻ്റ് ഔട്ട് ദ കംപ്ലീറ്റ് ബിൽഡിംഗ് റെൻ്റ് ഔട്ട് ചെയ്ത്. ഓക്കെ, എന്നാൽ പോലും അത് ഹൗസ് പ്രോപ്പർട്ടിയിലാണ് ചാർജബിൾ, PGBPയിൽ ചാർജബിൾ അല്ല. ഹൗവർ വെയർ ലെറ്റിംഗ് ദ ഹൗസ് സപ്പോർട്ട് ദ സ്മൂത്ത് റണ്ണിംഗ് ഓഫ് ദ ബിസിനസ്. അങ്ങനെ നമ്മൾ ബിസിനസ് ആവശ്യമായിട്ട് അത് ബിസിനസ്സിന് അത് എസെൻഷ്യൽ ആണെങ്കിൽ മാത്രമേ അത് PGBP ഇൻകം കണക്കാക്കാൻ പറ്റൂ. നൗ ഡിവിഡൻഡ് ഓഫ് ഷെയർസ് നമ്മൾ പറയുകയാണെങ്കിൽ ഡിവിഡൻഡ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. ഇപ്പം കാരണം ഡിവിഡൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. അത് ഇൻവെസ്റ്റ്മെൻറ്റിലായാലും സ്റ്റോക്ക് ഇൻ ട്രേഡിലായാലും അത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ് ഡിവിഡൻഡ് ഓഫ് ഷെയർസ്. ഓക്കെ, ഡിവിഡൻഡ് ഓഫ് ഷെയർസ് ഇസ് ടാക്സബിൾ അണ്ടർ സെക്ഷൻ 56(2)(1) അണ്ടർ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ഈവൻ ദോ അസസ്റ്റി ഡീൽസ് ഇൻ ഷെയർസ് ആൻഡ് സച്ച് ഷെയർസ്. ഈ കേസിൽ സ്റ്റോക്ക് ഇൻ ട്രേഡിൽ അത് ഇൻവെൻട്രിയാണ്. ഓക്കെ, ഷെയർ എന്ന് പറയുന്നത്. എന്നാൽ പോലും ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. അത് PGBP ഇൻകം അല്ല. ബെനിഫിറ്റ് ലോട്ടറി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് നിങ്ങൾ ഒരു പിന്നെ ഇൻവെൻട്രി ആയിട്ട് അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് ചെയ്യുവാണെങ്കിൽ കിട്ടുന്നത്, അതിൽ നിന്ന് പിന്നെ വിൽക്കാതെ പോകുന്ന ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം അത് PGBP ഇൻകമാണ്. അല്ലാതെ ഉള്ള കസ്റ്റമർ കിട്ടുന്നത് അത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. എക്സംപ്റ്റഡ് ഇൻകം ബൈ വെർച്യൂ ഓഫ് സെക്ഷൻ 10 നമ്മൾ DCRGയുടെ കാര്യം, ഗ്രാറ്റുവിറ്റിയുടെ കാര്യവും HRയുടെ കാര്യം, PFൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ സം ടാക്സബിൾ അണ്ടർ ക്യാപിറ്റൽ ഗെയിൻസ് ഫോർ ദ പർപ്പസ് സെക്ഷൻ 28(5). അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്ക് ഒരു റൈറ്റ് സെല്ല് ചെയ്യുമ്പം ഒരു സാധനം മാനുഫാക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു റൈറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് PGBPയിൽ ടാക്സബിൾ അല്ല, അത് ക്യാപിറ്റൽ ഗെയിനിലാണ് ടാക്സബിൾ. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ചാർജബിലിറ്റി സെക്ഷനായിരുന്നു. അപ്പം ഡീംഡ് ഇൻകം എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഏത് പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്? എന്താണ് നമ്മുടെ അഡ്മിസിബിൾ ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അഡ്മിസിബിൾ ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സെക്ഷൻ 30 to 43D വരെ വരുന്നുണ്ട്. ഓക്കെ, സെക്ഷൻ 30 to 43D വരെ വരുന്നുണ്ട്. അപ്പം അതിൽ അഡ്മിസിബിൾ ഡിഡക്ഷനെ പറ്റിയാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അതിൽ സ്പെസിഫിക് എലമെൻറ്റ്സ് ഉണ്ട്, 30 to 36 ഉണ്ട്. പിന്നെ നമുക്ക് 37(1) റെസിഡ്യൂറി സെക്ഷൻ എന്താണ് വിട്ടുപോയത് അതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇത് ആണ് നമ്മൾ അടുത്ത സെഷനിൽ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ സെക്ഷൻ 30-യും 31-ഉം നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യും. 29 ജസ്റ്റ് ഒരു ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ഏതൊക്കെ സെഷൻ ഏതൊക്കെ വരുന്നു എന്നുള്ള ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെപ്പറ്റി പറയുന്നത്. ഇപ്പോൾ 29 തൊട്ട് 31 വരെ അടുത്ത ഇതിൽ സെഷനിൽ പാർട്ട് 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം അടുത്ത സെഷൻ അത് കഴിഞ്ഞ സെഷൻ 32 ആണ്. അതല്പം വലിയൊരു സെഷനാണ്. അത് ഒന്നിൽ കൂടുതൽ ക്ലാസ്സിൻ്റെ ആവശ്യം വരും ആ സെഷൻ മാത്രം ഡീൽ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പം ഇത് ചാർജബിലിറ്റി സെക്ഷൻ 28-ഉം 41-ഉം വളരെ വിശദമായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നെക്സ്റ്റ് പാർട്ട് 2-ലേക്ക് പോകും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു സെക്ഷൻ 30-യും 31-ഉം ഡിസ്കസ് ചെയ്യുകയായിരിക്കും. താങ്ക് യു.